ഡൽഹിയിലേത് ഒന്നും രണ്ടും സ്ഫോടനത്തിനുള്ള പദ്ധതിയായിരുന്നില്ല എന്നാണ് NIA സംഘം അടക്കമുള്ളവർ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് 32 വാഹനങ്ങൾ വാങ്ങാനായി ഇവർ പദ്ധതിയിട്ടിരുന്നു. ഭീകര സംഘങ്ങൾ 32 വാഹനങ്ങൾ വാങ്ങാനായിട്ടാണ് പദ്ധതിയിട്ടിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വെളിയിൽ വരുന്ന ഏറ്റവും പുതിയ വിവരം. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പദ്ധതിയിട്ട ദിനം എന്ന് പറയുന്നത് ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്തതിൻ്റെ പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതികൾ തയ്യാറാക്കുന്നതെന്നും കൃത്യമായിട്ട് അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ഇവർ ശേഖരിച്ചിരുന്നു എന്നുള്ളതും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിലുണ്ട്. വലിയ ആശങ്കയാണ് ഇതിനെ തുടർന്നുണ്ടായിരിക്കുന്നത്. ആദ്യം ഒരു കാറാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച് പൊട്ടിത്തെറിച്ചത്. രണ്ടാമതായി ഒരു കാർ കൂടി ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. കാറിൻ്റെ നമ്പർ അടക്കം എല്ലാ മാധ്യമങ്ങളിലും വാർത്തയും വന്നു. ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന പ്രതികളടക്കമുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. 32 വാഹനങ്ങൾ വാങ്ങാനായിട്ടാണ് ഇവർ പദ്ധതിയിട്ടിരുന്നത്. 32 വാഹനങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതിനുശേഷം ഇത് കൊണ്ടുപോയി പൊട്ടിത്തെറിപ്പിക്കുക എന്നുള്ളത്. പൊട്ടിത്തെറിക്കുന്ന വാഹനങ്ങളിൽ പൂർണ്ണമായും ഇന്ധനം നിറച്ചിരിക്കുക എന്നുള്ളത് കൂടി മറ്റൊരു ലക്ഷ്യമാണ്. അപ്പോൾ സ്ഫോടനത്തിൻ്റെ ആഘാതം വർദ്ധിക്കും, വലിയ തോതിൽ കൊലപാതകം നടത്താൻ കഴിയും. ഇതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നുള്ളത് ഏറ്റവും നിർണായകമായ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഡിസംബർ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബറി മസ്ജിദ് തകർത്ത ദിനമാണ്, അല്ലെങ്കിൽ രാമജന്മഭൂമി തിരിച്ചു പിടിച്ച ദിനമാണ്. ആ ദിനത്തിൽ സ്ഫോടനം നടത്തി കഴിഞ്ഞാൽ പ്രതികാരത്തിൻ്റെ ആ പറയുന്ന പൂർത്തീകരണം ഉണ്ടാകുമെന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇവർ നടത്തിയിരുന്നു. അതായത് 32 വാഹനങ്ങളിലായിട്ട് 2 പേർ വീതമുള്ള 62 പേരടങ്ങുന്ന വലിയ സംഘം രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതിനായിട്ട് അവർ വിപുലമായ പദ്ധതിയും തയ്യാറാക്കിയിരുന്നു. ഏതാണ്ട് 6 ഘട്ടമായിട്ട് 5 ഘട്ടമായിട്ടാണ് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയിരുന്നത്. ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ഭീകര സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദ്, അൻസാർ ഗസ്വത്തുൽ ഹിന്ദ് എന്നിവയുടെ രൂപീകരണമാണ് ഒന്നാം ഘട്ടത്തിൽ നടത്തുക. അങ്ങനെ ഒന്നാം ഘട്ടത്തിൽ ഈ പറയുന്ന ഭീകര സംഘടനകളുടെ ആൾക്കാരെ ഓരോരുത്തരെയായി സംഘടിപ്പിച്ച് ഇത് രൂപീകരിച്ചു കഴിഞ്ഞാൽ സ്ഫോടക വസ്തുക്കളും അസംസ്കൃത പദാർത്ഥങ്ങളും ശേഖരിക്കുക എന്നുള്ളതാണ് രണ്ടാം ഘട്ടം. അതിനു വേണ്ടിയിട്ട് ഹരിയാനയിലെ നൂഹ്, ഗുരുഗ്രാം എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും അവിടെ നിന്ന് അതിമാരകമായിട്ടുള്ള സ്ഫോടക വസ്തുക്കളെല്ലാം തന്നെ സമാഹരിക്കുവാനുമായിട്ടും ഇവർ ലക്ഷ്യം വെച്ചു. അതാണ് രണ്ടാം ഘട്ടം. ഈ 2 ഘട്ടങ്ങളാണ് പ്രാഥമികമായി ഇവർ പൂർത്തിയാക്കാനായിട്ട് ലക്ഷ്യം വെച്ചിരുന്നത്. ഏതാണ്ട് അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഇവരിൽ നിന്ന് പിടികൂടുന്നത്. അപ്പോൾ ഇനി മൂന്നാം ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരക ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. അതായത് ഈ സ്ഫോടക വസ്തുക്കൾക്കുള്ള അസംസ്കൃത പദാർത്ഥങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ, സ്ഫോടക വസ്തുക്കൾക്കുള്ള അസംസ്കൃത പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, ഇത് 3 ലഭിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സ്ഫോടക വസ്തു നിർമ്മിക്കുക എന്നുള്ളത്. ഇതിൽ നിന്നെല്ലാം വേർതിരിച്ചെടുത്ത് വലിയ തോതിലുള്ള ടൺ കണക്കിനാണ് ഇവർ, 1-2 അല്ല, ക്വിൻ്റൽ കണക്കിന് അസംസ്കൃത പദാർത്ഥങ്ങൾ ശേഖരിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതാണ് ഇതിൻ്റെ അകത്തെ മൂന്നാമത്തെ ഘട്ടം. അങ്ങനെ ഈ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ, അസംസ്കൃത പദാർത്ഥങ്ങളിൽ നിന്ന് വേർതിരിച്ചു കഴിഞ്ഞാൽ, അതിന് മെഡിക്കൽ കോളേജിലെ ലാബടക്കമുള്ളവയൊക്കെ അവർ ഉപയോഗിച്ചു. അപ്പോൾ അത് ഓരോ ഘട്ടത്തിൽ അവരിങ്ങനെയാണ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സംഘടിപ്പിച്ച ഈ സ്ഫോടക വസ്തു നിർമ്മിച്ച്, അതായത് ബോംബ് നിർമ്മിച്ചു കഴിഞ്ഞാൽ 4ാം ഘട്ടം എന്ന് പറയുന്നത് സംഘങ്ങൾക്ക് വിതരണം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നാമത്തെ ഘട്ടമാണ് അവർ ഒരു ഉദാഹരണമായിട്ട് അവർ ഒരു കാറ് സംഘടിപ്പിച്ച് അതിനകത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഇപ്പോൾ പൊട്ടിച്ചതാണ്, ഉണ്ടായിരുന്ന എല്ലാം കൂടെ വെച്ച് പൊട്ടിച്ചതാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇവരുടെ ഈ പദ്ധതി പൂർത്തിയായിരുന്നുവെങ്കിൽ ഡിസംബർ 6 വലിയ സ്ഫോടനമാണ് ഇവർ പ്ലാൻ ചെയ്തിരുന്നത്. സംഘാംഗങ്ങൾക്കെല്ലാം ഇത് വിതരണം ചെയ്യുക എന്നുള്ള 4ാം ഘട്ടം. 5ാം ഘട്ടം എന്ന് പറയുന്നത് ഡിസംബർ 6 6-7 സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്തുക എന്നുള്ളത്. അപ്പോൾ 32 കാറുകൾ എന്തിനാണ്? ഒരു കാറിൽ 2 പേര് വെച്ചാണെങ്കിൽ 64 പേര് അപ്പോൾ ഇതിന് പിന്നിലുണ്ടോ? അവരുമായിട്ട് ബന്ധപ്പെടാനിരിക്കുക എന്നതോ ബന്ധപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഈ പൊട്ടിത്തെറിക്കാൻ മനസ്ഥിതിയുള്ള 64 പേർ അവരുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കേണ്ടി വരും. ഇനി അവരെ സംഘടിപ്പിച്ചിട്ടില്ല എങ്കിൽ അതിന് പ്രാപ്തമാകുന്ന ആൾക്കാരുടെ ഒരു പ്രാഥമിക വിവരങ്ങളെങ്കിലും ഇവർ ശേഖരിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ പൊട്ടിത്തെറിക്കാൻ ബാക്കിയുള്ളവർ, ഇപ്പോൾ ഏതാണ്ട് 10 പേരാണ് പിടിയിലായിട്ടുള്ളതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പൊട്ടിത്തെറിക്കാൻ പ്രാപ്തിയുള്ള 50-ലേറെ പേർ ഇവരുടെ കൈവശമുണ്ട്, ഇല്ലെങ്കിൽ ഇവരുടെ സംഘവുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതാദ്യം ഓഗസ്റ്റിൽ നടത്താനാണ് പദ്ധതിയിട്ടിരുന്നത്. ഓഗസ്റ്റിൽ എന്താണ്? സ്വാതന്ത്ര്യദിനമാണ്. സ്വാതന്ത്ര്യദിനമായിട്ട് ബന്ധപ്പെട്ട് വിവിധ പ്രദേശങ്ങളിലായി ഈ സ്ഫോടനം നടത്തുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് പാളിയത് കൊണ്ടാണ് ഡിസംബറിലേക്ക് മാറ്റിയത്. ഡിസംബർ 6 പ്രതികാരം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഡിസംബർ 6 പ്രതികാരം ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബറി മസ്ജിദ് തകർത്ത ദിവസം
ഈ പറയുന്ന രാമജന്മഭൂമി വീണ്ടെടുത്ത ദിവസം, ഹിന്ദുക്കൾ അവരുടെ സ്വാഭിമാനം തിരികെ എടുത്ത ദിവസം, 500 വർഷങ്ങൾക്ക് ശേഷം രാംലല്ല തിരികെ ജന്മഭൂമിയിലേക്ക് എത്തിയ ദിവസം. അപ്പോൾ ആ ദിവസം തന്നെ തിരഞ്ഞെടുത്താൽ അതിൽ രാമജന്മഭൂമിയിലെ ക്ഷേത്രം അയോധ്യ ശ്രീരാമധാനി ഉറപ്പായിട്ടും അതിലൊന്നായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏതൊരു സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യനും ഊഹിക്കാൻ കഴിയും. ചെങ്കോട്ട ലക്ഷ്യം വയ്ക്കുകയാണെങ്കിൽ മറ്റൊന്ന് ഈ പറയുന്ന രാമജന്മഭൂമി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത്തരത്തിൽ വലിയ സ്ഫോടനത്തിന് ഹിന്ദു കൂട്ടക്കൊലയ്ക്ക് പഹൽഗാമിൽ എന്തായിരുന്നു ചെയ്തത്? പഹൽഗാമിൽ ചെയ്തിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുവിൻ്റെ മതം ചോദിച്ച് അമുസ്ലിം ആയിട്ടുള്ള ആൾക്കാരെ എല്ലാം തെരഞ്ഞു പിടിച്ച് കൊല്ലുക എന്നുള്ളതാണ്. അവർ വസ്ത്രം അഴിച്ചു നോക്കി മുസ്ലിം അല്ലാത്തവരാണെന്ന് ഉറപ്പ് വരുത്തി കൊല്ലുക എന്നുള്ളത്. അബദ്ധത്തിലാണ് ഒരു മുസ്ലിമിനെ ആ കൂട്ടത്തിൽ കൊന്നത്. അയാൾ ഇവരെ തടയാൻ ചെന്നു എന്നുള്ളതുകൊണ്ട് അയാളെ കൊന്നു. ബാക്കിയുള്ളത് മുഴുവൻ ഹിന്ദുക്കളാണ്. ആ ഹിന്ദു വംശഹത്യ നടത്തുക എന്നുള്ളതാണ് ഇവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ കാഫറിനെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്നുള്ളത് കൊണ്ട് ഇവർ എത്രയും പെട്ടെന്ന് കാഫറുകളെ കൊല്ലും. അപ്പോൾ കാഫറുകളെ എവിടെ കിട്ടും? പൊതുമധ്യത്തിൽ ഇന്നലെ സ്ഫോടനത്തിൽ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തിൽ മുസ്ലിങ്ങളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പം മുസ്ലിങ്ങൾ കാഫറുകളല്ല. അപ്പം മുസ്ലിങ്ങളല്ലാത്ത കാഫറുകളെ മുഴുവൻ കൊല്ലണം. അങ്ങനെ കൊല്ലപ്പെടണമെങ്കിൽ എവിടെ ചെയ്യണം? ഈ പറയുന്ന കാഫറുകളുടെ വിശ്വാസ കേന്ദ്രങ്ങളിൽ സ്ഫോടനം നടത്തിയാൽ മതി. ഇതേ മനോഭാവത്തോടു കൂടിയാണ് അഹമ്മദ് മൊഹിയുദ്ദീൻ സയ്യിദ് എന്ന ആൾ റൈസിൻ എന്ന് പറയുന്ന മാരക വിഷവുമായിട്ട് നടന്നത്. അയാൾ ഈ പറയുന്ന വിഷം കൊണ്ട് ഭക്ഷണത്തിൽ കലർത്തുക എന്നുള്ളതും ക്ഷേത്രകുളങ്ങളിലോ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഈ പറയുന്ന ക്ഷേത്രങ്ങളിലെ ആരാധനാലയങ്ങളിലെ പ്രസാദത്തിൽ കലർത്തുക എന്നൊക്കെ ഉള്ളതായിരുന്നു അയാളുടെ ലക്ഷ്യം. നൂറുകണക്കിന് മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ അതിൻ്റെ വാർത്തയെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 32 വാഹനങ്ങളിൽ ഏതാണ്ട് 64 പേർ അടങ്ങുന്ന സംഘങ്ങളായി തിരിഞ്ഞ് 32 സ്ഫോടനങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്ത് നടത്തുക. ഈ പറയുന്ന വിഷം കിലോ കണക്കിന് കിൻഡൽ കണക്കിന് വിഷം ഇവർ സമാഹരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിഷം വിവിധ ക്ഷേത്രങ്ങളിൽ ഇല്ലെങ്കിൽ വിവിധ ആരാധനാലയങ്ങളിൽ ഒക്കെ കലർത്തി കഴിഞ്ഞാൽ കാഫറുകളെ പെട്ടെന്ന് കൊല്ലാം. അപ്പോൾ ഇത്രയും ആൾക്കാർ ഈ പറയുന്ന 64 പേര് ഇവരോടൊപ്പം ചേർന്ന് 32 സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്തുന്ന അതേ സമയം ഈ പറയുന്ന കിലോ കണക്കിന് വിഷപദാർത്ഥം നൂറുകണക്കിന് ഇവരുടെ ആൾക്കാർ തന്നെ കൊണ്ടുപോയി വിതരണം ചെയ്ത് പല പല ക്ഷേത്രങ്ങളിലെ പ്രസാദങ്ങളിൽ കലർത്തി ആൾക്കാരെ കൊല്ലുക എന്നുള്ളത് കൂടി മറ്റൊരു ലക്ഷ്യമായി അവർ കണ്ടിരുന്നു എന്നുള്ളത് ഏറെ പ്രധാനമായിട്ടുള്ള. അപ്പോൾ ആയിരക്കണക്കിന് ഹിന്ദുക്കളെ വംശഹത്യ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഭീകരർ ഇറങ്ങിത്തിരിച്ചത്. അതിൽ യാതൊരു അത്ഭുതവുമില്ല. ഭീകരരുടെ ലക്ഷ്യം അതാണ്. കാഫറുകളെ, അന്യമത വിശ്വാസികളെ മുഴുവൻ ഒന്നടങ്കം കൊന്നൊടുക്കുക എന്നുള്ള ഉന്മൂലന സിദ്ധാന്തമാണ് ഇവർ പയറ്റാനിരുന്നത്. അത് തന്നെയാണ് ഇതിൽ നമുക്ക് വ്യക്തമാകുന്നത്. വംശഹത്യ ചെയ്യുക, ഈ ഹിന്ദുക്കളെ ഒന്നടങ്കം കൊന്നൊടുക്കുക എന്നുള്ളതാണ്. പഹൽഗാമിൽ കണ്ട അതേ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുക. ഇതിപ്പോൾ അവർക്ക് കുറച്ച് പേരെ മാത്രമേ 10-12 പേരെ മാത്രമേ അഭയപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ ആയിരക്കണക്കിന് ഹിന്ദുക്കളെ ഒരേ സമയം കൊല്ലാനുള്ള പദ്ധതിയാണ് ഇവർ ഇട്ടിരുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ്. ഇനിയെങ്കിലും ഉണർന്നിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പ്രതിവിധി. ഒരു ഭീകരനും ബാക്കി വയ്ക്കാതെ, അവൻ്റെ എല്ലാം തലയ്ക്കകത്ത് വെടിയുണ്ട കയറാതെ ഈ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആർക്കും തന്നെ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയില്ല. വലിയ ഭീതി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. വലിയ പദ്ധതിയാണ് ഇവർ തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ 32 കാറുകളിൽ 2 എണ്ണമേ പിടികൂടിയിട്ടുള്ളൂ. 30 കാർ ബാക്കിയുണ്ട്. അപ്പോൾ ബാക്കി ഉള്ള 50-ലേറെ പേർ അവരുടെ നിർദ്ദേശം കിട്ടിയവരുണ്ടോ, ഏതൊക്കെ തരത്തിൽ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി ഇവിടെ ബാക്കിയാവുകയാണ്. അതിൻ്റെ വിവരങ്ങൾ കൂടി വരേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇവരെ പിടികൂടേണ്ടതുണ്ട്. ഇല്ലാത്ത പക്ഷം കൊടിയ ഭീതിയുടെ നിഴലിൽ നമ്മൾ ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളെയും വകവരുത്തുക എന്നുള്ള വലിയ ലക്ഷ്യമാണ് ഇവരുടെ പക്കലുള്ളത് എന്നതും ഏറെ ആശങ്ക ഉണർത്തുന്നു. 1-2 കാറല്ല, 32 വാഹനങ്ങളിലാണ് പൊട്ടിത്തെറിക്കാൻ ഇവർ പദ്ധതിയിട്ടിരുന്നത് എന്നത് ഏറെ ഞെട്ടിക്കുന്ന വാർത്തയാണ്.